വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തു വിലയേറിയ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. നമുക്ക് വീണ്ടും ദിവസത്തിൽ ഒരുമിച്ചായിരിക്കാൻ സർവകൃപാലോ ദൈവം ഒരുക്കുന്ന അവസരത്തിന് ദൈവത്തിന് നന്ദി പറയുകയാണ്. നമ്മളെ നമ്മൾ ചിന്തിച്ചു വരുന്നത് അപ്പോസ്തല പ്രവൃത്തിയാണ്. കൂടാതെ പാർത്തന്ന് അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ശുശ്രൂഷയിലെ വചനം പഠിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന സന്ദർഭം വളരെ വിലപ്പെട്ടതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് പൗലോസിനെ ശീലാസിനെ കാരാഗ്രഹത്തിൽ അടച്ച കാര്യമാണ്. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, അവരെ വളരെ അടുപ്പിച്ച ശേഷം തടവിലാക്കി കാരാഗ്രഹപ്രമാണിയോടെ അവരെ സൂക്ഷ്മതയോടെ കാക്കുവാൻ കൽപ്പിച്ചു. അവൻ ഇങ്ങനെയുള്ളവന് കൽപ്പന കിട്ടിയാൽ അവരെ അകത്തെ തടവിലാക്കി അവരെ കാൽ ആമത്തിൽ ഇട്ട് പൂട്ടി. ആ പെൺകുട്ടി അവൾ വ്യാപരിച്ച അന്ധകാര ശക്തിയെ ശാസിച്ചു കഴിഞ്ഞപ്പോൾ, നോർമലായി കഴിഞ്ഞപ്പോൾ, യജമാനന്മാരെ ആശ പോയിപ്പോയി എന്ന് അറിഞ്ഞപ്പോൾ ആ ദേഷ്യം തീർക്കാനായിട്ട് അപ്പസ്തലന്മാരെ പിടിച്ചവർ ജയിലിലാക്കുന്നു. അവരെ വലിച്ചോണ്ട് പോകുന്നു, വസ്ത്രം ഉരിഞ്ഞു കളയുന്നു, അവരെ ആഞ്ഞടിക്കുന്നു, അവരെ ഉപദ്രവിക്കുന്നു. തീർന്നില്ല, അവരെ കാരാഗ്രഹത്തിൽ അടച്ചിട്ട് ഏറ്റവും സൂക്ഷ്മതയോടെ മറ്റു തടവുകാരെ പോലെ അല്ല, അതിൽ കൂടുതലായിട്ട് ഇവരെ സൂക്ഷ്മതയോടെ കാക്കാൻ വലിയ നമ്മുടെ നാടൻഭാഷ പറഞ്ഞാൽ കുപ്രസിദ്ധ കുറ്റവാളികളെ ഒക്കെ ഇടുന്ന പോലെയുള്ളൊരു ലെവലിൽ പാവപ്പെട്ടവരായ സാധാരണക്കാരായ പാസ്റ്റർമാരെ ദേവദാസന്മാരെ അകത്ത് ജയിലിൽ അടയ്ക്കുവാനായിട്ട് ഇടയാത്തുണ്ട്. എന്നിട്ട് പറയാണ് സൂക്ഷ്മതയോടെ കാക്കുവാനായിട്ട് ഓർഡർ കൊടുക്കുകയാണ്. അപ്പോൾ എവരുടെ പ്രതികരണം എന്താണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നമ്മളൊക്കെയാണ് ചെറിയ കാര്യം വരുമ്പോൾ അവളിനെ നോക്കിയില്ല, ഒരു മിണ്ടിയില്ല, ടെലിഫോൺ ചെയ്തില്ല, ഞാൻ വീട്ടിൽ വന്നില്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന് പറഞ്ഞ് മാസങ്ങളോളം വർഷങ്ങളോളം പറഞ്ഞിരിക്കുന്നവരും എനിക്കറിയാം. പക്ഷെ ഇത്ര കഠിനമായ പ്രതിസന്ധികൾ കടന്നു പോയപ്പോഴും ഈ ദേവദാസന്മാരുടെ പ്രതികരണം എന്താണെന്ന് നമ്മൾ പഠിക്കേണ്ടതാണ്. ഇത് ക്രിസ്തീയ ആത്മീയ ശുശ്രൂഷയുടെ ആകത്തുക, എൻ്റെ അടിസ്ഥാന പാഠം നമുക്ക് മനസ്സിലാക്കി. ഒരു വിശ്വാസി പ്രതിസന്ധികൾ കടന്നു പോകുമ്പോൾ അവന്റെ മനോഭാവം എന്തായിത്തീരണം, പ്രതിസന്ധിയിലെ നമ്മുടെ മനോഭാവം, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 25-ാം വാക്യത്തിലാണ് അത് ഇവിടെ എടുത്തു വന്നിരിക്കുന്നത്. അർദ്ധരാത്രിക്ക് പൗലോസ് ശീലാസ് പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. അർദ്ധരാത്രി എല്ലാ മനുഷ്യ ജീവിതത്തിൽ അർദ്ധരാത്രി ഉണ്ടാവും. എന്താ അർദ്ധരാത്രി പ്രത്യേകത? നമ്മൾ കാണാനൊക്കാത്ത കൂരിട്ടാണ്, ആരും സഹായിക്കാനില്ലാത്തൊരവസ്ഥയാണ് അർദ്ധരാത്രി. സഹായിക്കാന്ന് പറയുന്നവരെല്ലാം കൈവിടുന്ന സമയമാണ് അർദ്ധരാത്രി. എല്ലാ പ്രതീക്ഷയും അറ്റുവന്ന അവസരമാണ് അർദ്ധരാത്രി. ഇനി എനിക്കൊരു ആശയ്ക്ക് വകയില്ല എന്ന് ചിന്തിക്കുന്ന അവസരമാണ് അർദ്ധരാത്രി. ആശിച്ച കൊമ്പുകൾ ഒടിഞ്ഞു പോകുന്ന അനുഭവമാണ് അർദ്ധരാത്രി. എല്ലാ മനുഷ്യന്റെ ജീവിതത്തിലും അർദ്ധരാത്രി ഉണ്ട്. പക്ഷെ ഒരു കാര്യം ഇപ്പോൾ തന്നെ, എപ്പോഴും അർദ്ധരാത്രി അല്ല, നേരം വിളിക്കും. അർദ്ധരാത്രി വന്നു കഴിയുമ്പോൾ അർദ്ധരാത്രി പിടിച്ചു നിൽക്കുന്നവർക്കാണ് പുതിയ സൂര്യൻ കാണാൻ കഴിയുന്നത്. നമ്മുടെ ജീവിതത്തിൽ വന്ന പ്രതിസന്ധി നമ്മൾ എങ്ങനെ അതിനെ ഫേസ് ചെയ്യുന്നതിന് നേരിടുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരിക്കലും ഫേസ് നെഗറ്റീവ് പോസിറ്റീവ്, അതിനെ നമുക്ക് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും നമുക്ക് എന്നെ കാണാം. അയ്യോ, എൻ്റെ ജീവിതത്തിൽ പറ്റിപ്പോയല്ലോ, എനിക്ക് എൻ്റെ ആവശ്യമില്ലായിരുന്നു, അപ്പനെക്കൂടെ പറയേണ്ട കാര്യമില്ലായിരുന്നു, പൗലോസിനോട് ശീലാസ് അച്ഛാ എൻ്റെ യാതൊരു ആവശ്യമില്ല നമ്മൾ അടിമേടിക്കുക എന്നൊന്നും അവർ സംസാരിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. അവരെല്ലാം പോസിറ്റീവ് കാണുകയാണ്. ഈ അടിയെല്ലാം കൊണ്ടെങ്കിൽ അവരെ സന്തോഷം, ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ വ്യാപരിച്ച അന്ധകാര ശക്തി പുറത്തു പോയല്ലോ. യജമാനന്മാരെ ആശ പോയതുള്ള കാര്യം സത്യമാണെങ്കിലും ഒരു ജീവൻ, ഒരു ആത്മാവിനെ റിലീസ് ചെയ്യാനായിട്ട് വിടുവിക്കാൻ കഴിഞ്ഞു. ഒരു നാവിന്റെ തുമ്പത്ത് അധികാരം ദൈവം കൊടുത്തു. ഒരു ആത്മാവ് വിടുവിക്കപ്പെടുന്നതിന് ഏതറ്റം വരെ പ്രതിസന്ധിയിൽ അനുഭവിക്കാൻ നമ്മൾ തയ്യാറാകുന്നു, അവരോട് ആ കർത്താവ് ചേർന്ന് നിൽക്കുന്നു. ഇവരെ കാര്യത്തെ പോസിറ്റീവായിട്ട് കണ്ടു. അകത്തെ തടവിൽ കാലും കൈയും ആമത്തിട്ട് പൊട്ടിക്കഴിഞ്ഞപ്പോഴും അവർ ആ കാര്യത്തിൽ അപ്സെറ്റായി പോയില്ല. അവിടെ പറയുന്നതിന് അർദ്ധരാത്രിയിൽ പൗലോസ് ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. പ്രാർത്ഥിച്ച് ഒരു പാടി ദൈവത്തെ സ്തുതിച്ചു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒത്തിരി ആത്മീയ പാഠങ്ങളില്ലാത്തതുണ്ട്. പ്രതിസന്ധി വരുമ്പോൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം പ്രാർത്ഥിക്കുകയാണ്. രണ്ടാമത്തെ പാടി ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മൾ ഇന്ന് ആദ്യം പാട്ട് പാടും, പിന്നെ പ്രാർത്ഥിക്കും. അപ്പസമയം ചെയ്തത് ആദ്യം പ്രാർത്ഥിച്ചു, പിന്നെ പാടി ദൈവത്തെ സ്തുതിച്ചു. സുഖം അനുഭവിക്കുന്നവർ പാട്ട് പാടാം, കഷ്ടം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ എന്ന് ദൈവത്തെ ഭയത്ത് പറഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ളവരെ, കഷ്ടത്തിൽ കടന്നു പോകുന്ന നിന്റെ കൂടെ പ്രാർത്ഥിക്കാൻ ആരുമില്ലെങ്കിലും നീ ഒറ്റയ്ക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. ഞാൻ കഴിഞ്ഞ ദിവസം പ്രസിദ്ധി പറഞ്ഞതുപോലെ, രഹസ്യത്തിൽ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നമ്മുടെ സ്വർഗത്തിലുണ്ട്. രഹസ്യത്തിലുള്ള വാതിലുകൾ അടിഞ്ഞു പോയാലും നിന്റെ അകത്ത് കയറിയുള്ള പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്, വിലയുണ്ട്. ആരും കേൾക്കുന്നില്ലെന്ന് നീ കരുതുന്ന വിഷയത്തിന് നീ പ്രാർത്ഥിച്ചാലും മറുപടി തരുന്ന ഒരു ദൈവമുണ്ടല്ലോ, ഉറപ്പത്തിനെ കൊണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ഒരു കാലത്ത് കൈവിടുകയില്ല, ഒരു കാലത്ത് ഉപേക്ഷിക്കത്തില്ല. കൈവിടുകയില്ല, നിന്നെ ഉപേക്ഷിക്കത്തില്ല. നിന്റെ പ്രതിസന്ധി നിന്നെ കൈക്ക് പിടിച്ച് നടത്തുന്ന ഒരു വലിയ ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്. അതുകൊണ്ട് ആ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ആശ്രയിക്കേണ്ട കാര്യമുണ്ട്. കർത്താവേ, നീ എന്നെ കൈവിട്ടില്ലല്ലോ എന്നുള്ളതാണ്. രണ്ടുപേരും ചേർന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം അവർ പാടി ദൈവത്തെ സ്തുതിച്ചു.
നിങ്ങൾ ആരെങ്കിലും ഇന്ന് കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നെങ്കിൽ വേറെ കടന്നു പോകുന്നെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ളത് ഏത് അർദ്ധരാത്രിയാണെങ്കിലും ഏത് കുറ്റിരുട്ടാണെങ്കിലും ആരും നമ്മുടെ കൂടെ ഇല്ലെങ്കിലും പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവ സ്വർഗത്തിലുണ്ടെന്നാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ വചനം വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ധൈര്യം ഉറപ്പുണ്ടായി. ഒരു പെൺകുട്ടിയെ സൗഖ്യമാക്കിയെടുക്കാറ് പോലെ അവർ അനുഭവിക്കുന്ന മാനസികത, ശാരീരികവേദ, ബുദ്ധിമുട്ടുകളുടെ ഒക്കെ നടുവിൽ അന്യോന്യം പരി പറഞ്ഞുകൊണ്ടിരിക്കാതെ അവർ രണ്ടുപേരും പ്രാർത്ഥിച്ചു പാടി ദൈവത്തെ സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. വളരെ മനസ്സിലാക്കേണ്ട ഒത്തിരി കാര്യമില്ലാത്തതുകൊണ്ട് തടവുകാർ ശ്രദ്ധിച്ചു. ആ തടവിൽ ഇന്ന് വരെയും അങ്ങനെ ഒരു പാട്ട് ആരും കേട്ടിട്ടില്ല, അങ്ങനെ പ്രാർത്ഥന ആരും കേട്ടിട്ടില്ല. തടവുകളുടെ ചീത്തവിളികളും ആക്രോശങ്ങളും ഒക്കെ നമ്മൾ ഒക്കെ അവർ കേട്ടിട്ടുള്ളൂ. നിങ്ങൾക്കറിയാം, ജയിലിനകത്ത് ആരും നല്ല ഭാഷ സംസാരിക്കാറില്ല, ഉദ്യോഗസ്ഥർ സംസാരിക്കാറില്ല, തടവുകാരും സംസാരിക്കാറില്ല. കാരണം അങ്ങനെ സംസാരിച്ചാൽ ഒതുങ്ങുന്ന ഒരു സ്ഥലമല്ലത്. ഏറ്റവും ക്രിമിനൽസ് ഒരുമിച്ച് പാർക്കുന്ന സ്ഥലമല്ലേ. അതിനകത്താണ് ദേവദാസന്മാർ വന്നിരിക്കുന്നത്. അവർ തീരുമാനിച്ചു, അവരെല്ലാം അങ്ങനെ പറയുകയോ ചെയ്യുകയോ ചെയ്തോട്ടെ, ഞങ്ങളുടെ ദൈവത്തെ പാടി സ്തുതിക്കും എന്ന ചിന്തയിൽ അവർ പ്രാർത്ഥിച്ചിട്ട് പാടി ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. നീ പ്രാർത്ഥന തുടങ്ങുമ്പോൾ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിക്കും. പാടി ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാകുമ്പോൾ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്തി തരും. പ്രാർത്ഥിച്ച് പാടി ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ദൈവത്തിന്റെ സ്തോത്രം. ഓർക്കുക, കാലാകാല ആ ദൈവത്തിന്റെ കരം വെളിപ്പെട്ട് കഴിയുമ്പോൾ നീ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം ദൈവം നിന്നെ കൊണ്ട് ചെയ്യിക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ ദൈവത്തിന്റെ കരം നമുക്ക് അനുകൂലമായിരിക്കുമ്പോൾ അതിനകത്തുള്ള എല്ലാ പ്രതികൂലങ്ങളും ദൈവം മാറ്റി ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നമ്മൾ ജീവിതത്തിൽ ചെയ്യിക്കുക നമ്മൾ ദൈവത്തിന് കഴിയുമെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ സംഭവിച്ച കാര്യം പ്രാർത്ഥിച്ച് പാടി സൂചിച്ചപ്പോൾ നടന്ന കാര്യം പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെ തുറന്നുപോയി, എല്ലാവരെയും ചങ്ങല അഴിഞ്ഞു വീണു. ഇവര് കാരാത്തിന്റെ അകത്തെ തടവിൽ അവരെ അടച്ചു കഴിഞ്ഞപ്പോൾ സംഭവിച്ച കാര്യം ഇവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. പെട്ടെന്ന് 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 വലിയൊരു ഭൂകമ്പം ഉണ്ടായി, കാരാത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെ തുറന്നുപോയി. നമ്മൾ കർഷക നടുവിൽ പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പെട്ടെന്ന് പ്രവർത്തിക്കും, തടലില്ല. ഇനി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പെട്ടെന്ന് പ്രവർത്തിക്കുന്ന ദൈവമുണ്ട്. നിന്റെ കണ്ണുനീരോ കയ്പ് ഏതുമായിക്കൊള്ളട്ടെ, അതിന്റെ നടുവിൽ നിനക്ക് വേണ്ടി പെട്ടെന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവം. കൈ ആമത്തിലാണ്, ദേഹം മുഴുവൻ നീറുന്നുണ്ട്, വസ്ത്രം ധരിച്ചിട്ടില്ല, അകത്തെ തടവിലാണ്, നീ പുറത്തു പോകാതിരിക്കാൻ കാരാഗ്രഹത്തിന്റെ വാതിക്കൽ ആമേന് പട്ടാളക്കാർ കാവലുണ്ട്. അതൊന്നും നിന്നെ ബാധിക്കുന്ന കാര്യമല്ല. നീയും ദൈവമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി അർദ്ധരാത്രി കാരാഗ്രഹത്തിൽ ഇറങ്ങി വരും. ഞാൻ ഈ വചനം സംസാരിക്കുമ്പോൾ ഞാൻ ആത്മാക്കൾ കാണുന്ന കാഴ്ചകൊണ്ട് പല കുടുംബങ്ങൾക്കകത്ത് വ്യാപരിക്കുന്ന ദുഷ്ടശക്തിയുമേൽ ഇന്ന് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പെട്ടെന്നൊരു പ്രവൃത്തി ദൈവം ചെയ്യും. എന്താ ചെയ്യുന്നത്? പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി, കാരാഗ്രഹത്തിൽ അടിസ്ഥാനം കുലുങ്ങി, വാതിൽ തുറന്നു പോയി. ഭൂകമ്പം ഉണ്ടായി, അടിസ്ഥാനം കുലുങ്ങി, വാതിൽ തുറന്നു. എന്നിട്ട് പറയുന്നു, ഭൂകമ്പം ഉണ്ടായി, അടിസ്ഥാനം കുലുങ്ങി, വാതിൽ തുറന്നു. ഇന്നത്തെ പ്രത്യേക ശുശ്രൂഷയിൽ ഈ 3 കാര്യങ്ങൾ സംഭവിക്കാൻ പോകുകയാണ്. അടിസ്ഥാനങ്ങൾ കുലുങ്ങും, വാതിൽ തുറക്കും, ഭൂകമ്പം ഉണ്ടാകും. നിന്നെ അടച്ചിട്ടിരിക്കുന്ന ആ ജയിലിന്റെ അടിത്തറ ഇളക്കാൻ ദൈവത്തിന് കഴിയും. ഒരിക്കലും ഇളകത്തില്ലെന്ന് കരുതുന്ന പലതും ഇന്നത്തെ ശുശ്രൂഷയിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതിന്റെ അടിത്തറയും ഇളക്കുകയാണ്. ഒറ്റ സെക്കൻഡ് കൊണ്ട് അടിസ്ഥാനങ്ങളെ പിടിച്ചു കൊടുക്കാൻ ദൈവത്തിന് കഴിയും. ഭൂകമ്പം ഉണ്ടായി, ഭൂമിയെ നീ കിടക്കുന്ന സ്ഥലത്ത് നീ പാട്ട് പാടി ആരാധിക്കുമ്പോൾ അതിന്റെ അടിസ്ഥാനങ്ങളെ ഇളക്കം ചെയ്യും, ഭൂകമ്പം ഉണ്ടാകും. മനസ്സിലാകുന്നുണ്ടോ? നീ സ്വന്തമായി നോക്കിട്ട് നടക്കാത്ത കാര്യങ്ങൾ ഇന്നത്തെ ശുശ്രൂഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോസ്തലന്മാർക്ക് വേണ്ടി കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളക്കിയത് പോലെ നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് അടിസ്ഥാനങ്ങൾ ഇളക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നതെന്ന് പറഞ്ഞത്. വാതിൽ തുറന്നുപോയി. നിന്നെ പൂട്ടിയ വാതിലുകൾ എത്ര താഴിട്ട് പൂട്ടിയാലും ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ചു കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായി തുറക്കും. കഴിഞ്ഞകാല ക്രിസ്തീയ ചരിത്രം പഠിച്ചാൽ എത്രയോ വലിയ അനുഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, കേൾക്കാൻ കഴിയുന്നുണ്ട്. ഇതുപോലുള്ള ഒത്തിരി അനുഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. രക്തസാക്ഷിയുടെ രക്തത്തിൽ കുതിർന്നതാണ് ക്രിസ്തീയ സഭകൾ. അവരെയൊക്കെ എങ്ങനെയെങ്കിലും ഒതുക്കാമെന്ന് നോക്കിയാൽ അവിടെ ഒതുങ്ങുന്നതല്ല. കാരണം ദൈവം അവരുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ്. ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ചില കുടുംബങ്ങൾ ഇന്ന് ഈ വചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ച് പാടി ദൈവത്തെ ആരാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബന്ധനങ്ങളെ ദൈവം അഴിക്കുവാനിടയാക്കി വരും. നിങ്ങളെ പൂട്ടിയ ആ മുറിയുടെ വാതിൽ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവം തുറന്നു തരും. നിങ്ങളെ പൂട്ടിയിട്ടിരിക്കുന്ന ആ കെട്ടിടത്തിന്റെ അടിസ്ഥാനങ്ങളെ ദൈവം ഇളക്കി ഭൂകമ്പം ഉണ്ടാക്കും. നിങ്ങൾ എന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് ഇങ്ങനെ സംഭവിച്ചെന്ന് തോന്നത്തക്കോണമുള്ള ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരങ്ങളെ ദൈവം വെളിപ്പെടുത്തും.
അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രത്തിൽ ജനത്തെ ഉറപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും. ഒരത്ഭുതം ദൈവം നിങ്ങൾക്ക് ഇവിടെ ചെയ്യുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്, സർവവല്ലഭനായ ദൈവമാണ്. ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇന്നും കുറഞ്ഞു പോയിട്ടില്ല, അവന്റെ ചെവി ഇന്നും മന്ദമായി തീർന്നു പോയിട്ടില്ല. വിശ്വസിച്ച നിങ്ങൾ ദൈവത്തിന് മഹത്വം കാണും. അടുത്തതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വാതിൽ തുറന്നു പോയി എല്ലാവരെയും ചങ്ങല അഴിഞ്ഞു വീണു. സത്യത്തിൽ അവരെ രണ്ടുപേരെ ചങ്ങലയല്ലേ അഴിഞ്ഞു വീഴേണ്ടതുള്ളൂ. ബാക്കിയുള്ള തടവുകാരുടെ ചങ്ങല എങ്ങനെ അഴിഞ്ഞു വീണു? പാട്ടുപടി ആരാധിക്കുന്നവരുടെ ചങ്ങലയല്ലേ അഴിയേണ്ടതുള്ളൂ. ബാക്കിയുള്ള തടവുകാരുടെ ചങ്ങല എങ്ങനെ അഴിഞ്ഞു? എല്ലാ വാതിലും തുറന്നു പോയെന്ന. എവരെ വാതിലും മൊത്തം തുറന്ന പോരായോ? എല്ലാ വാതിലും എങ്ങനെ തുറന്നു? ഒരു വലിയ മെറുക്കലല്ലേ ഇത്? കഷ്ടതയെ പറ്റി 2 ദേവദാസന്മാർ മാത്രം ഒരു മുറിക്കകത്ത് പാടി ആരാധിക്കുമ്പോൾ അവരുടെ കയ്യിലെ കെട്ടുകൾ അഴിഞ്ഞാൽ പോരായോ? അവരുടെ ബന്ധനം അഴിഞ്ഞാൽ പോരായോ? ബാക്കിയുള്ള ബന്ധനം അഴിയണോ? ബാക്കിയുള്ള കഥ തുറക്കണോ? എല്ലായിടത്തും ഭൂകമ്പം ഉണ്ടാകണമോ? അതാണ് ദൈവപ്രവൃത്തിയുടെ ശക്തി. നീ ആരാധിക്കുമ്പോൾ, നീ പ്രാർത്ഥിക്കുമ്പോൾ, നീ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നിന്റെ കെട്ട് മാത്രമല്ല അഴിയുന്നത്, എല്ലാ കെട്ടുകളും കർത്താവ് അഴിക്കും. നീ ഇവിടെ ഇതിന് പ്രാർത്ഥിക്കുമ്പോൾ ഏത് രാജ്യത്ത് കെട്ടു പൊട്ടണോ അവിടെ ദൈവം കെട്ടു പൊട്ടിക്കും. മറ്റു തടവുകാരുടെ ബന്ധനങ്ങളെ അഴിക്കാൻ ദൈവത്തിന് കഴിയും. എന്റെ കഴിഞ്ഞകാല ആത്മീയ അനുഭവങ്ങൾ കണ്ടിട്ടുള്ള കാര്യം ഞാൻ പറയാം. നമ്മുടെ സഭായോഗത്തിലും പ്രാർത്ഥനാ കൂട്ടങ്ങളും നമ്മൾ പ്രാർത്ഥിച്ച് ആരാധിക്കുമ്പോൾ നമ്മൾ ആരെ ഉദ്ദേശിച്ച് പ്രാർത്ഥിക്കുന്നോ അവരുടെ കെട്ടുകളെ കർത്താവ് അഴിച്ചു മാറ്റുന്നത് നേരിട്ട് കാണാനുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അവർ പിന്നെ വിളിച്ചു പറയാം, പാസ്റ്റേ ആ കെട്ട് പൊട്ടി, ആ ബന്ധനം അഴിഞ്ഞു. ഇതിനാണ് പാട്ടുകാരൻ പറയുന്നത്, ബന്ധനം വഴിയോ കെട്ടുകൾ പൊട്ടും ആരാധനയെങ്കിൽ, കോട്ടകൾ തകരും ആരാധനയെങ്കിൽ. പ്രാർത്ഥിച്ച് പാടി സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ അവരിരുന്ന സ്ഥലത്തിന്റെ വ്യത്യാസമുണ്ടായി, ആകെ ചേഞ്ച് ഉണ്ടായി. ചില ആളുകളൊക്കെ അനങ്ങാൻ പറഞ്ഞ നേരത്തിലാണ്, കൈപൊക്കാൻ പറഞ്ഞാൽ കൈപൊക്കത്തിൽ, കൈയടിക്കാൻ പറഞ്ഞാൽ കൈയടിക്കത്തില്ല, സ്വതം പറയാൻ പറഞ്ഞാൽ സ്വതം പറയത്തില്ല. എൻ്റെ ഒരു നിഗമനം പറയുകയാണ്, അവരുടെ കയ്യിൽ ആമേൻ ചങ്ങലയിട്ട് പൊട്ടിരിക്കുകയാണെങ്കിലും ആ ചങ്ങല വെച്ചുകൊണ്ടാണ് അവർ പാട്ടുപാടി ദൈവത്തെ ആരാധിച്ചത്. ഉള്ള സൗകര്യത്തിൽ അവർ ദൈവത്തെ ആരാധിച്ചപ്പോൾ സ്വർഗം തീരുമാനിച്ചു അവരുടെ കൈയുടെ ആ ചങ്ങലയെ അഴിക്കണം ദൈവം തീരുമാനിച്ചു. ദൂതന്മാർ ഇറങ്ങി വന്ന് ഓരോരുത്തരുടെ ചങ്ങല അഴിച്ചു. അവരുടെ ചങ്ങല മാത്രമല്ല ബാക്കിയുള്ളവരുടെ ചങ്ങല അഴിച്ചു മാറ്റി. ദൈവത്തിന്റെ അനുഭവത്തിന്റെ കരം അവിടെ വെളിപ്പെട്ടു വന്നു. അവർക്ക് പോലും വിശ്വസിക്കാനൊക്കാത്ത അത്ഭുതങ്ങൾ ദൈവം ചെയ്യുകയാണ്. ഇന്നത്തെ ആത്മീയ ശുശ്രൂഷ നിങ്ങളുടെ കാര്യം മനസ്സിലാക്കണം. കഷ്ടത നടുവിൽ നീ കടന്നു പോകുമ്പോൾ നീ പാട്ടുപാടി പ്രാർത്ഥിച്ച് ദൈവത്തെ ആരാധിച്ചാൽ നിന്റെ കെട്ട് മാത്രമല്ല, നിന്റെ വീട്ടിലുള്ളവരുടെ കെട്ടുകൾ മാത്രമല്ല, നീ ആരെയൊക്കെ ഉദ്ദേശിച്ച് പ്രാർത്ഥിക്കുന്നു ആരാധിക്കുന്നു അവരുടെ കെട്ടുകളെ കർത്താവ് അഴിച്ചു മാറ്റും. നീ അറിയാതെ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തികൾ അവിടെ ദൈവം വെളിപ്പെടുത്തി തരും. പല സ്ഥലങ്ങളിൽ ഇങ്ങനെ വിടുതൽ നടക്കുമ്പോൾ അവര് വീട്ടിലോട്ടും സഭയിലോട്ടും പാസ്റ്റർമാരോട്ടും വിളിച്ചു ചോദിക്കുമ്പോൾ ആമേൻ പരഭാഷ ഇന്ന സമയത്താണ് ഞങ്ങൾക്ക് വിടുതലുണ്ടായി എന്ന് പറയുമ്പോൾ ഇപ്പത്തിരിക്കുന്ന ആൾ പറഞ്ഞ കേട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് വിടുതലുണ്ടായ സന്ദർഭത്തിൽ ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ ഇവിടെ നിന്ന് ആത്മാവിൽ ആരാധിച്ച സമയത്താണ് അവിടെ ദൈവം പ്രവർത്തിച്ചത്. നിങ്ങളവിടെ ഉറങ്ങിക്കിടക്കുമ്പോൾ ഞങ്ങളിവിടെ ഉണർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴാണ് നിങ്ങൾക്ക് വേണ്ടി അവിടെ ദൈവം പ്രവർത്തിച്ചത്. അപ്പൊ മനസ്സിലായോ? അപ്പോൾ ആ സമയത്ത് തന്നെ ദൈവത്തിന് എവിടെ ദൈവത്തിന് അറിയാം അവിടെ ദൈവം പ്രവർത്തിക്കും. അമേരിക്ക വേണോ, കാനഡയിൽ വേണോ, UK വേണോ, ഏതു രാജ്യത്താണോ, ഓസ്ട്രേലിയ വേണോ, ഏതു രാജ്യത്താണോ ദൈവം പ്രവർത്തിക്കേണ്ടത് ആ രാജ്യത്ത് ദൈവം പ്രവർത്തിച്ചിരിക്കും. നമ്മുടെ പ്രാർത്ഥന സിൻസറാണെങ്കിൽ, ആരാധന സിൻസറാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ദൈവം ചെയ്തിരിക്കും. അപ്പോൾ നോക്കണേ, ഇത് ഇത്രയും കാര്യം കഴിഞ്ഞപ്പോൾ കരകർ പ്രമാണി ഉറക്കമുണ്ടെന്ന് കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് കരകർ ഓടിപ്പോയിക്കളഞ്ഞു എന്ന് ഊഹിച്ച് വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു. ഇത്രയും കാര്യം സംഭവിച്ചപ്പോൾ കരകർ പ്രമാണി ഇത്രയും ജയിലിലുള്ള കിടക്കുന്ന ആളുകളെ രക്ഷപ്പെട്ട് ഓടിപ്പോയി കാണുമെന്ന് വിചാരിച്ച് അദ്ദേഹം വെപ്രാളപ്പെട്ട് എന്താ ചെയ്യുന്നറിയാമോ, അവൻ ചങ്ങലക്കര ഓടിപ്പോയിക്കളഞ്ഞ് ഊഹിച്ചിട്ട് വാളൂരി തന്നെത്താൻ ഭാവിച്ചു. കാരണം അവൻ അനുമതി നോക്കുക. കാരണം ഇത്രയും പേര് ഓടിപ്പോയാൽ എവനോടാ ചോദിക്കുന്നത്, അവനെ സൃഷ്ടിക്കുന്നത്. പക്ഷെ ഈ വിടുതലിന് ഒരു പ്രത്യേകതയുണ്ട്. എത്രയും പേരെ കയ്യിൽ നിന്ന് ചങ്ങല അഴിഞ്ഞു വിട്ടു, ഒറ്റ കുഞ്ഞും വെളിയിൽ പോയില്ല, ആരും ഇറങ്ങി ഓടിപ്പോയില്ല. എത്രയും കാരാഗത്തിന്റെ വാതിൽ തുറന്നെങ്കിലും ഒറ്റ കുഞ്ഞ് വെള്ളിലോട്ട് ചലിക്കാൻ ദൈവം സമ്മതിച്ചില്ല. അതാ ദൈവത്തിന്റെ അനുഭവത്തിന്റെ പ്രത്യേകത. ദൈവം ചെയ്യുമ്പോൾ അതിനകത്ത് തന്നെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്, അതിനകത്ത് തന്നെ ദൈവത്തിന് ഒരു സ്പെഷ്യൽ അനോയിന്റിങ് ഉണ്ട്. ദൈവം കൈയുടെ കെട്ടഴിച്ചു, കാലിന്റെ കെട്ടഴിച്ചു, ആമേൻ അവരെ ഇട്ട കരാത്തിൽ അടിസ്ഥാനം ഉലുക്കി വാതിൽ തുറന്നുപോയി. എങ്കിലും ഒറ്റ കുഞ്ഞും വെള്ളിലോട്ട് പോകാനായിട്ട് ദൈവം അനുവദിച്ചില്ല, അവരെ അവിടെ തന്നെ ഇരുത്തി കളഞ്ഞു. ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുമ്പോൾ ഓർത്തോണം അതിന്റെ അപ്പുറത്തായിട്ട് ചിലർക്ക് വിടുതൽ കൊടുക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്, അതിനുവേണ്ടി ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ പൗലോസ് നിനക്ക് ഒരു ദോഷവും ചെയ്യരുത്, ഞങ്ങൾ
എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ പൗലോസ് പറഞ്ഞു, നീ ആത്മഹത്യ ചെയ്യരുത്, ഞങ്ങൾ ആരും പോയിട്ടില്ല, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട്. സത്യത്തിൽ അവർക്ക് ഇറങ്ങി ഓടി പോകാമായിരുന്നില്ലേ, പക്ഷെ പോയില്ല. കാരണം അതിന്റെ അപ്പുറത്തായിട്ട് ഈ ജയിലിന്റെ അകത്ത് ദൈവത്തിന്റെ അടുത്തൊരു പ്രവൃത്തി വെളിപ്പെടുത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ ഓടിപ്പോകാതെ അവിടെ തന്നെ നിന്നത്. അവൻ വെളിച്ചം ചോദിച്ച് അകത്തേക്ക് ചാടി വിറച്ചും കൊണ്ട് പൗലോസിന്റെ ശീലാസിന് മുമ്പിൽ വീണ് പുറത്തു കൊണ്ടുവന്നു. അല്പസമയം വരെ എവരെ അവന് മുമ്പിൽ വീഴുകയായിരുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ കാരാപ്രമാണി എവരുടെ മുമ്പിൽ വീഴുക, എവരുടെ മുമ്പിൽ കവിണ് വീഴുക. ഒരു കാര്യം ഇതിനകത്ത് എല്ലാവരും ഓർത്തോണേ, നിന്നെ ഇന്ന് പറപ്പിക്കലും, നിന്നെ ഇന്ന് ഉപദ്രവിക്കലും, നിന്നെ ഇന്ന് അപമാനിക്കുന്നവരും, നിന്നെ പരസ്യകോലമാക്കാൻ ശ്രമിക്കുന്നവരും ഒരു സമയം കഴിയുമ്പോൾ അവരെ കൊണ്ട് നിന്റെ മുമ്പിൽ മുട്ടുകുത്തിക്കാൻ എന്റെ ദൈവത്തിൽ കഴിയുമെന്നുള്ള തെളിവാണ് ഈ വചനം. അല്പസമയത്തിന് മുമ്പ് വരെ അവരെ കരാപ്രമാണി മുമ്പിൽ മുട്ടുകുത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നെങ്കിൽ അവർ പ്രാർത്ഥിച്ച് പാടി സൂചിച്ചു കഴിഞ്ഞപ്പോൾ കരാപ്രമാണി വന്ന് അവരുടെ മുമ്പിൽ മുട്ടുകുത്തുകയാണ്. ദൈവം പ്ലേറ്റ് തിരിച്ചു. ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്ന സമയം വരുന്നു, ഞാൻ കാര്യം പറയുന്നത്, കാര്യങ്ങളൊക്കെ ദൈവം തിരിക്കാൻ പോകും. അകാരണമായി നിന്നെ ഉപദ്രവിക്കുകയും, അകാരണമായി നിനക്കെതിരെ കേസ് കൊടുക്കുകയും, അകാരണമായി നിന്നെ ജയിലിലാക്കാൻ ശ്രമിക്കുകയും, അകാരണമായി നിന്റെ തലമുറകളെ അപമാനിക്കാൻ നോക്കുകയും ചെയ്യുന്നവരാരാണെങ്കിലും നീ തിരിച്ചൊരു കേസ് കൊടുക്കാനോ അവിടെ കൊണ്ടാക്കാനോ നീ എന്നെ പുറകെ പോകണ്ട. നിന്റെ മുമ്പിൽ വന്ന് അവർ മുട്ടുകുത്തത്തക്കവണ്ണം ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കാര്യം ദൈവം നീട്ടാൻ പോകുക. ഇത് നീ വിശ്വസിക്കണം. കരകപ്രമാണി ഓടി വന്ന് അവരുടെ മുമ്പിൽ മുട്ടുകുത്തുകയാണ്. ഒരപ്പുറത്ത് കൊണ്ടുവന്നു. യജമാനന്മാരെ, രക്ഷമായപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. നോക്കണേ, എവരെ തുറന്ന് രക്ഷിക്കേണ്ടതായ ഈ കരകപ്രമാണി വന്ന് എവരോട് ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ രക്ഷപ്രായിപ്പാൻ എന്ത് ചെയ്യണം? ഇവരെ വിളിക്കുന്നത് എന്തുവാ? യജമാനന്മാരെ, മാസ്റ്റേഴ്സ്, യജമാനന്മാരെ എന്ന് വിളിക്കുക. നോക്കണേ, എല്ലാം ദൈവം തമ്മിൽ തിരിച്ചുകൊണ്ട് വരുന്ന വരവ് കണ്ടോ? ദൈവം ചില കാര്യങ്ങൾ നിനക്ക് വേണ്ടി തിരിച്ചുകൊണ്ട് വരുമ്പോൾ നീ അതിനകത്ത് പതറിപ്പോകരുത്. ആ ദൈവത്തിന്റെ ഒരു അത്ഭുതത്തിന്റെ കാര്യം ദൈവം ചെയ്തുകൊണ്ടിരിക്കുക. ദൈവം ആ കാര്യം ചെയ്യുമ്പോൾ നീ തകർന്ന് തരിപ്പണമായി പോകരുത്. ആ ദൈവത്തിന്റെ സമയമാ, ദൈവത്തിന്റെ അത്ഭുതമാ, ദൈവത്തിന്റെ കരമാണത്. ആ കരത്തെ മനസ്സിലാക്കാനുള്ള ആത്മീയ കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാകണം. ദൈവം തമ്മിൽ കാര്യം ഏറ്റത് കഴിഞ്ഞപ്പോൾ നീ പേടിക്കേണ്ട കാര്യമേ ഇല്ലെന്ന്. ആ ദൈവത്തിന്റെ സമയമാ, ദൈവത്തിന്റെ പ്രവൃത്തിയാ. നിന്നെ എന്നും ഒരു ജയിലിൽ അടയ്ക്കാൻ പറ്റത്തില്ല, എന്നും നിന്റെ കൈ ആമത്തിലിട്ട് പൂട്ടാനും പറ്റത്തില്ല, എന്നും നിന്റെ കയ്യിൽ ചങ്ങലിടാനൊക്കത്തില്ല, എന്നും നിന്നെ ഉപദ്രവിക്കാനാണ് ഏൽപ്പിക്കത്തില്ല. ഒരു അർദ്ധരാത്രിക്ക് അപ്പുറത്തായി പ്രഭാതം ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കുമ്പോൾ, കർത്താവേ, എന്റെ അർദ്ധരാത്രിക്ക് ഒരു മാറ്റം വരുത്തണമേ, എന്റെ ബന്ധനങ്ങളെ നീ അഴിക്കണമേ. എന്റെ കണ്ണ് കാണാൻ കഴിയാത്ത ചില ബന്ധനങ്ങളുണ്ട് കർത്താവേ, ഞാൻ മനസ്സിലാക്കുന്നു. എന്നെ അഴിക്കാൻ എന്റെ പാട്ടിനും പ്രാർത്ഥനയ്ക്കും കഴിയണമേ. ഞാൻ 1000 പ്രാവശ്യം പോട്ട് നടക്കാത്ത കാര്യങ്ങൾ ഇന്നത്തെ ശുശ്രൂഷയിൽ എനിക്ക് വേണ്ടി ചെയ്തു തരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ അത്ഭുതം ജീവിതത്തെ വെളിപ്പെടുത്തുകയും ചെയ്യും, ദൈവം അനുഗ്രഹിക്കുകയും ചെയ്യും. അടുത്ത നമുക്ക് വീണ്ടും കണ്ടുമുട്ടുന്നവരെ നമ്മളിൽ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.